പാടിയവർ നിങ്ങൾ, ആയിരം ആയിരം അൾത്താരകളിൽ പാടി മറഞ്ഞവർ നിങ്ങൾ, ദേവസ്തുതി പാടിയവർ നിങ്ങൾ, ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. നവ്യ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന നമ്മുടെ ദേവാലയ ഗായകരുടെ ഈ വേദിയിലേക്ക്, ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. ദൈവിക ഗാനങ്ങൾ ആലപിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മുടെ ദേവാലയ ഗായകർ, അല്ലേ? ഇവർ പാടുന്ന സ്തുതി ഗീതങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ ഒരു ദൈവിക അനുഭവത്തിലേക്ക് ഇത്തരത്തിലുള്ള ഗാനങ്ങൾക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ സാധിക്കും. അത്തരത്തിലുള്ള മനോഹരമായ നല്ല നല്ല ഗാനങ്ങളാവട്ടെ ദാവീദിന്റെ കിന്നരങ്ങളിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ, പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാം. പതിവ് പോലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ജഡ്ജസിനെ നമുക്ക് ആദ്യം ഇൻവൈറ്റ് ചെയ്യാം. മാഷെ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഉർലിയാനിക്കലച്ച, സ്വാഗതം ദാവീദിന്റെ കിന്നരങ്ങളിലേക്ക്. ഇന്നത്തെ സെലിബ്രിറ്റി ജഡ്ജ് മിഥില, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. വെൽക്കം ചെയ്യാം നമ്മുടെ ഈ ഒരു ഓർക്കസ്ട്രയും കൂടി ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് കാണാനായിട്ട് പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുകയല്ലേ? നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ കളമശ്ശേരിയിൽ നിന്നും എത്തിയിരിക്കുന്ന സെയിന്റ് ജോസഫ് ചർച്ച് ക്വയർ ആണ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് അവരെ തന്നെ ആദ്യം ക്ഷണിക്കാം, അല്ലേ? ആന്റണി ചേട്ടാ, നല്ല കളർ, നല്ല ഭംഗിയുണ്ട് ഇത് നിങ്ങൾ എല്ലാരെയും കാണാനായിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്തൊക്കെയാ പറയുന്നത്? നിങ്ങളുടെ അവിടുത്തെ വികാരി അച്ഛനും കൊച്ചിനും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കുന്നു. അച്ഛൻ്റെ അടുത്തേക്ക് ഞങ്ങളുടെ അന്വേഷണം പറയണം. നമുക്ക് ഇന്നത്തെ ഗാനത്തിലേക്ക് കടക്കാം. ഇന്ന് നിങ്ങൾ തയ്യാറെടുത്ത് വന്നിരിക്കുന്നത് ഏത് ഗാനം ആലപിക്കാനാണ്? ഇന്ന് ഞങ്ങള് ദിവ്യകാരുണ്യമേ ഈശോ എന്നുള്ള ഗാനം, കമ്മ്യൂണിയന്റെ ഗാനമാണ്. ഓക്കെ, ശരി. അപ്പൊ അത് ഇപ്പൊ പഠിച്ചതാണോ അതോ നിങ്ങൾ നേരത്തെ മുതലേ നിങ്ങളുടെ ഇടവകയിൽ പാടുന്നതാണോ? ഞങ്ങള് നേരത്തെ തുടങ്ങി പാടുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരുമിച്ചിരുന്ന് പാടി വന്നപ്പോഴാണ് പാട്ടിൻ്റെ ഒരുപാട് മിസ്റ്റേക്സുകൾ ഞങ്ങൾ പാടുന്നതിലുള്ളത്. ഒറ്റയ്ക്ക് പാടുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പാടാം. നിങ്ങളുടെ ഈ ഗ്രൂപ്പ് നിങ്ങൾ പള്ളിയിൽ പാടുന്നതല്ലേ അപ്പൊ ഈ പാട്ട്? ഗ്രൂപ്പായിട്ട് ഞങ്ങൾ പാടുമ്പോൾ ഞാനും ഷൈമോളും ഡ്യുവറ്റായിട്ടും കോറസ് അങ്ങനെയൊക്കെയാണ് പാടുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരുമിച്ച് നിന്ന് പാടുന്നത് ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോഴാണ് അതിന്റെ കുറെ കുറവുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എന്തായാലും അതൊക്കെ നികത്തി നല്ല രീതിയിൽ പഠിച്ച് സെറ്റ് ആയിട്ടാണ് ഇവര് കളമശ്ശേരിക്കാർ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു കോൺഫിഡൻസിൽ ഇവര് നിന്ന് പാടട്ടെ, നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാം. നന്നായിട്ട് പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദാവീദിന്റെ കിന്നരങ്ങൾ.
എന്നെ തൊടണേ. അതുമാത്രമാണെന്റെ ആശ. ദിവ്യകാരുണ്യമേ ഈശോ സ്നേഹവാത്സല്യമേ ഈശോ നിന്റെ നെഞ്ചിന്റെ താളം നീയല്ലോ. എന്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടണേ. അതുമാത്രമാണെന്റെ ആശ. ഏതോ ഓരമ്മതൻ പയ്യാ അന്നു രൂപം ലഭിച്ചോരാപ്പം നിൻ കയ്യിൽ കുർബാനയായി നീ വാഴ്ത്തി മുറിച്ചു വിളമ്പി. ഏതോ ഓരമ്മതൻ പയ്യാ അന്നു രൂപം ലഭിച്ചോരാപ്പം നിൻ കയ്യിൽ കുർബാനയായി നീ വാഴ്ത്തി മുറിച്ചു വിളമ്പി. നാഥായിൻ ദേഹമാം അപ്പത്തെ അവിടുന്ന് ആശീർവദിച്ചിടണേ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടണേ. അതുമാത്രമാണെന്റെ ആശ. ഈശോ എന്റെ നെഞ്ചിന്റെ താളം നീയല്ലോ, എന്റെ ശ്വാസത്തിൻ നാളം
അതുമാത്രമാണെൻ്റെ ആശ. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് അല്ലേ? അതെ. ഇത് വളരെ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റി. ഇത്ര സിമ്പിൾ ആയിട്ട് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റിയായിരുന്നു ഈ പാട്ട്. ഞങ്ങളും പെട്ടെന്ന് സെലക്ട് ചെയ്ത പാട്ടാണ്. പഠിച്ചു. അപ്പൊ അതുപോലെ അത്ര സിമ്പിൾ ആയിട്ട് പഠിക്കാനും പറ്റി. സിമ്പിളല്ല എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വർഷങ്ങളായിട്ട് പഠിക്കുന്നത് പാടുന്നതാണോ? പാടുന്ന പാട്ടാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളെടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാം ഒരുമിച്ച് വന്നെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ. അത്ര സിമ്പിൾ ആയിരുന്നില്ല അല്ലേ? കാരണം അറിയാവുന്ന പാട്ടാണെന്നുള്ളതായിരുന്നു. പക്ഷെ ഒരുമിച്ചിരുന്നപ്പോഴാണ് അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതുപോലത്തെ ലൈറ്റ് ആയിട്ടുള്ള ഓരോ മെലഡികളും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വളരെ ഈസി ആണല്ലോ, പെട്ടെന്ന് പഠിക്കാലോ എന്നൊക്കെ. പഠിച്ചു വരുമ്പോഴാണ് അതിന്റെ അകത്തെ ഓരോന്നും ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക, ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരിക. ശരി അച്ഛാ, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഇന്നത്തെ ഈ ഗാനം? ഈ പാട്ടിന്റെ സംഗീത സംവിധായകനോട് ഉള്ളപ്പോൾ ഞാൻ ആദ്യം വല്ലതും പറയണോ? ആണോ? ആ പ്രിൻസിന്റെ പാട്ടാണ്. പ്രിൻസിന്റെ ഒരു വാല്യുവേഷൻ കേട്ടിട്ട് ഞാൻ കൂട്ടിച്ചേർക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇവരെ പോലെ തന്നെ ഞാനും വിറച്ചാണ് വായിച്ചത്. കാര്യം എൻ്റെ ഗുരുവായ ജെറി മാഷ് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഇത് പ്ലേ ചെയ്യാൻ എനിക്ക് പേടിയുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് മാഷിനെ പറ്റി നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കോൺഫിഡൻസിൽ വായിച്ചാണ് സത്യത്തിൽ. ഇവര് സത്യത്തിൽ നല്ല ഫീൽ ഉണ്ടായിരുന്നു പാട്ടിന്. പ്രിൻസേട്ടൻ സന്തോഷം, കുഴപ്പമില്ല, ഹാപ്പിയാണ്? ഞാൻ ഹാപ്പിയാണ്. ആണ്. ഓക്കെ, നമുക്ക് ചോദിക്കാം. താങ്ക് യു സോ മച്ച് പ്രിൻസേ. മെലോഡിയസ് സോങ് ആട്ടോ പ്രിൻസേ. ഇപ്പോഴും പള്ളി പാടുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലിംഗാണ്. നല്ലൊരു കമ്മ്യൂണിയൻ സോങ്, നല്ല ഓർക്കസ്ട്രേഷൻ, സിമ്പിൾ ഓർക്കസ്ട്രേഷൻ. അപ്പോൾ ഇതൊക്കെ പാടുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനമുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഒരു ശൈലി പ്രിൻസ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഓർക്കസ്ട്രേഷനെ കുറച്ച് സിമ്പിൾ മെലഡി. വേറെ പാട്ടുണ്ടല്ലോ, ഇതിന് വേറൊരു പാട്ടുണ്ടല്ലേ കമ്പനീൻ്റെ പാടുന്നത്, പ്രിൻസിൻ്റെ പാട്ടില്ലേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ. എല്ലാത്തിൻ്റെ ഒരു പ്രിൻസ് ടച്ച് ഉണ്ട്. പ്രൈസ് ഗോഡ്, സന്തോഷം. വെരി സ്വീറ്റ് സോങ്, വെരി സൂതിങ്, നല്ലൊരു പാട്ട്. നിങ്ങൾ വളരെ വളരെ നന്നായി പാടി. പാട്ടിനെക്കുറിച്ച് ഏറ്റവും നല്ല കറക്ഷൻ തന്നു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 1-2 കാര്യങ്ങൾ. അപ്പം പകുത്തേകും നേരം വരുന്നുണ്ട്, പിന്നെ ഒരു നേരും വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഉച്ചാരണത്തിലൂടെ മാത്രമേ നമുക്ക് നേരും എന്ന വാക്ക്, ഭയങ്കര അർത്ഥമുള്ള വാക്കാട്ടോ അത്. എന്താണ് നെഞ്ചിൻ്റെ നേരും? അത് കറക്റ്റാണ് കേട്ടോ. നേരം കഴിഞ്ഞിട്ട് നേരും വരുമ്പോൾ രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. അപ്പം പകുത്തേകും നേരം നേരം നേരും, അത് തന്നെ പറയണം. വന്നാല് ഒന്ന് പഠിക്കത്. ആ അപ്പം പകുത്തേകും നേരം. ഓക്കെ, അടുത്തത്. നിന്റെ നെഞ്ചിന്റെ നേരും നീ ചേർത്തു. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു വെച്ചാൽ ആ നേരും കറക്റ്റ് ചെയ്യാവുള്ളൂ. മറ്റൊന്നും എനിക്ക് പറയാനില്ല. നല്ല സ്റ്റേജ് പ്രസൻസ് ആട്ടോ. നല്ല ഉടുപ്പ്, നല്ല ഭംഗിയാണ്, നല്ല കളർ. ഇതൊക്കെ ആരാ സെലക്ട് ചെയ്യണ? ഒരാളെ ഒരു ബ്രെയിൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, പ്രൈസ് ഗോഡ്. താങ്ക് യു അച്ഛാ. മിഥില, ഇത്ര മനോഹരമായ ഗാനം ചേട്ടാ, ഇത് ഞാൻ എപ്പോൾ കേട്ടാലും ഞാൻ ആലോചിക്കാറുണ്ട്, പറയാറുണ്ട്. ഇത് കണ്ണടച്ചിരുന്ന കേട്ടെ കൂടുതൽ സമയം. ഇത് ആലപിക്കാത്ത ദേവാലയങ്ങൾ ഒരുപക്ഷെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴും നമ്മുടെ പള്ളികളിലൊക്കെ പാടുമ്പോഴേ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഫീല് അതെനിക്കിവിടെ കിട്ടി. നല്ല ഫീലുണ്ടായിരുന്നു. മനോഹരമായി പാടി. അതുപോലെ കണ്ണ് തുറന്നപ്പം കാണാനും നിങ്ങളെല്ലാം നല്ല ആസ്വദിച്ച് നല്ല രസമായിട്ട് അതിൽ ഇഴുകിച്ചേർന്ന് തന്നെ പാടി. പിന്നെ 1-2 സ്ഥലത്ത് അച്ഛൻ കുറച്ച് കറക്ഷൻസ് പറഞ്ഞു. ആ പല്ലവി തുടങ്ങുന്ന ഒരു
ഹമ്മിങ് നിർത്തുന്നുണ്ടല്ലോ, അത് എൻ്റെ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു പിച്ച് ശ്രുതി ചേരാത്ത പോലെ എനിക്ക് തോന്നി. 2 ഈശോയും അതിൽ ഒന്ന് അത് രണ്ടും അതിലെ പാ നിർത്തിയത് ശ്രുതി ചേർന്നില്ല. ഒരുമിച്ച് പാർട്സ് പാടുവാണല്ലോ. പിന്നെ നല്ല റിച്ചായിരുന്നു. ഹാർമണിയൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അതുപോലെ അനുപല്ലവിയൊക്കെ അങ്ങ് തുടങ്ങി വന്ന് പിന്നെ എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് ഇപ്പോൾ ഇങ്ങനെ വന്നു. ശ്രുതിയൊക്കെ നല്ല എൻ്റെയൊക്കെ നല്ല സൂപ്പറായിരുന്നു. എനിക്ക് ഒരു ഇത് ഉച്ചാരണത്തിൽ തോന്നി ഏതോ ഒരമ്മ, അതൊന്ന് പാടാവോ? ആ ഒരു വരി മാത്രം പാടി. നേരത്തെ പാടിയപ്പോഴെല്ലാം അമ്മതൻ എന്നാ കേട്ടോണ്ടിരുന്നത്. അമ്മ തന്നാണേ. തന്നെ നമുക്കറിയാം, നമ്മൾ അറിയാതെ അങ്ങ് പാടുമ്പോൾ ആ ഒഴുക്കിലങ്ങ് പാടിവിടും. അമ്മ തൻ 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 ത, അത് മാത്രം ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് അടിയനിത വരുന്നില്ലേ, അത് ആ പോഷൻ മാത്രം ഒന്ന് പഠിക്കും. അടിയനിത തൊട്ട് ആശ വരെ. അടിയനിതാ തിരുമുൻപിൽ അറിവോടെ എന്നെ തൊഴണേ, അത് മാത്രമാണെന്റെ ആശ. ആ എൻ്റെ ഇല്ലേ ഒറ്റക്കെട്ടാക്കല് അതൊരു കുറച്ചൊരു പൊട്ടിക്ക് സസ്റ്റൈനും കൂടെ കൊടുത്ത് പാടിക്ക്. അതും മനസ്സിലായി. ആണെന്റെ അല്ല എൻ്റെ ആശ, അത് വേണം. എൻ്റെ ആശ പൊടിക്കൊരു സസ്റ്റൈനും കൂടെ കൊടുത്തിട്ട് ആശ പാടി നോക്കി, വ്യത്യാസം. പക്ഷെ എല്ലാവരും ഒരുപോലെ കട്ട് ചെയ്യണം. പക്ഷെ ഉടനെ കട്ട് ചെയ്യാൻ പാടില്ല. ഒരു പൊടിക്ക് സസ്റ്റൈൻ കൊടുത്തിട്ട് അതാ. പിന്നെ അലിവോടെ എന്നെ തൊടണേ തൊട്ട് പാടിക്കേ, എന്നിട്ട് കറക്റ്റായിട്ട് ഇങ്ങോട്ട്. അലിവോടെ എന്നെ തൊടണേ, അത് മാത്രമാണെന്റെ ആശ. അപ്പം ആ ഭംഗി കുറച്ചും കൂടെ കൂടി. പെട്ടെന്ന് മറ്റേത് ആശ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആശ എന്ന് പാടുന്ന പോലെ ഒരു ഫീല് വന്നു. അതെല്ലായിടത്തും ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ മെയിനായിട്ട് നോട്ട് ചെയ്തത്. ബാക്കിയെല്ലാം ഒന്നും പറയാനില്ല, നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. ഇങ്ങനെ തന്നെ പോട്ടെ. താങ്ക് യു ജെർമാഷേ. ഈ പ്രിൻസ് ട്യൂൺ ഇട്ടിട്ട് അച്ഛൻ എഴുതിയതാണോ അല്ല അച്ഛൻ എഴുതിയിട്ട് പ്രിൻസ് ട്യൂൺ ചെയ്തതാണോ? ലിറിക്സ് ആദ്യം തന്നെ. എനിക്ക് പ്രിൻസിൻ്റെ ട്യൂൺ വളരെ നല്ലതാണ്, അതിനെപ്പറ്റി യാതൊരു സംശയമില്ല. വെരി ചേർച്ചി, ഈ സന്ദർഭത്തിന് യോജ്യമായ ഒരു ഇമോഷണൽ യൂണിയൻ വിത്ത് ജീസസ് ആസ് ദിവ്യകാരുണ്യം. അത് ക്ലീനായിട്ട് വന്നിട്ട് ത്രൂ ഔട്ട്. ബട്ട് എൻ്റെ കംപ്ലൈൻറ്റ് ഇസ് വിത്ത് ഫാദർ പൈനുങ്കൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇമേജസൊക്കെ നെഞ്ചിൻ്റെ താളം, ശ്വാസത്തിൻ്റെ താളം എന്നൊക്കെ പറയുന്നത് തേർഡ് റേറ്റ് സിനിമക്കാർ പറയുന്ന കാര്യങ്ങളാണത്. പിന്നെ കർത്താവിനെ അത്ര തരം താഴ്ത്തേണ്ട ആവശ്യമുണ്ടോ? നെഞ്ചിൻ്റെ താളം എന്നൊക്കെ പറയും. അപ്പോൾ അതെനിക്കൊരു വലിയൊരു വിഷമമായിട്ട് തോന്നുന്നു. പിന്നെ ഏതോ ഒരമ്മതൻ കയ്യാൽ അന്ന് രൂപം ലഭിച്ചൊരു അപ്പം. ഏതപ്പത്തെ പറ്റിയാണ് പറയുന്നത്? പെസഹ അപ്പം. ഓ, മാതാവായിരിക്കും ഉണ്ടാക്കിയത്. ഏതോ ഒരമ്മയാകാൻ വഴിയുണ്ടോ? അല്ലല്ലേ? എനിവേ, വാഴ്ത്തിമുറിച്ച് ഏതോ അമ്മതൻ കയ്യാൽ അന്നു രൂപം ലഭിച്ചൊരു അപ്പം നിൻ കയ്യിൽ കുർബാനയായി നീ വാഴ്ത്തിമുറിച്ച് വിളമ്പി നാഥായൻ ദേഹമാം. ദെൻ ഉടനെ നമ്മളെ അപ്പത്തിൻ്റെ സ്ഥലത്തേക്ക് വെച്ചിരിക്കാം. ദേഹമാം അപ്പത്തെ അവിടുന്ന് ആശീർവദിച്ചേകിടേനെ. ലിറ്റിൽ അത്ര വ്യക്തമല്ല, പെട്ടെന്നൊരു ചാട്ടം. എൻ ദേഹം, കർത്താവിൻ്റെ ദേഹത്തെ പറ്റി പറഞ്ഞിരിക്കുമ്പോൾ എൻ ദേഹം അവിടെ പെട്ടെന്ന് കയറി വരുന്നു. അപ്പോൾ ഐ ഹാവ് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് എ വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് അപ്രോച്ച് ടു പള്ളി പാടുന്ന പാട്ടുകൾക്ക് ഒരു സുതാര്യത ഉള്ളതാണ് നല്ലത്. ഇങ്ങനെ വളച്ചൊടിച്ച് ഇങ്ങനെ ഒപ്പിക്കുന്നത് ശരിയല്ല.
ടേക്ക് എനി ഗ്രേറ്റ് കോമ്പസിഷൻ ബൈ പണ്ടത്തെ സുറിയാനി പാട്ടുകളായാലും ലത്തീൻ പാട്ടുകളായാലും. ഇപ്പോൾ ലത്തീൻ പാട്ടുണ്ടല്ലോ, അദോരോത്തെ ദൈവോത്തെ ലാസ്റ്റൻസ് ദെയ്താസ്, ദിവ്യാരണത്തെ പറ്റിയൊരു പാട്ടാണ്. അങ്ങേ ഞാൻ ആരാധിക്കുന്നു മറഞ്ഞിരിക്കുന്ന ദൈവമേ. സ്ട്രെയിറ്റ് ഫോർവേഡ് സെൻറ്റൻസാണ്. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവമേ നിന്നെ ഞാൻ ആരാധിക്കുന്നു. അത്ര വ്യക്തമായ സ്റ്റേറ്റ്മെൻറ്റ്സാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പാഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഐ വുഡ് റെക്കമെൻഡ് those of you who are interested in writing lyrics of this sort, please be direct and you know what you are saying. നമ്മുടെ വിശ്വാസ രഹസ്യങ്ങൾ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൽ വളച്ചൊടിച്ചൊക്കെ വരുമ്പോൾ ഒന്നും മനസ്സിലാകാതെ പോകുന്നു. സോ കൺഗ്രാറ്റുലേഷൻസ് ഫ്രണ്ട്സ് ഫോർ യുവർ വർക്ക്, ഫോർ യുവർ ട്യൂൺ ആൻഡ് ഓർക്കസ്ട്രേഷൻ. അവിടെ ഇവിടേക്ക് ആ അരക്കട്ട മാറ്റിയത് ശരിയായില്ല കേട്ടോ. കോഡ് അനുസരിച്ച് അങ്ങ് പോയാൽ മതിയായിരുന്നു. അതിനവിടെ സ്ഥലമില്ല. എന്ത് കോഡ് whatever it is, കോഡ് ഇറ്റ് സെവൻത്ത് കോഡ് ഗോയിങ് ടു ദ ടോണിക്, സെവൻത്ത് ടോണിക്. അപ്പോൾ ഇറ്റ് വിൽ നോട്ട് ബി എ സെമി ടോൺ കുറവാകാൻ വഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവരോടും കൂടി ഒന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും. യെസ്, ടേക്ക് കെയർ. താങ്ക് യു. ഓക്കെ മാഷേ. അപ്പം ആന്റണി ചേട്ടാ, ഇനി നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. അധികം ഒന്നും സംസാരിക്കണ്ട, നേരെ നോക്കാം. മിഥില, എത്ര മാർക്കാണ് ഇവർക്ക് കൊടുക്കുന്നത്? 9 മാർക്സ്. മാഷേ, 8 മാർക്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അച്ഛനും 9 മാർക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഗാനത്തിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 26 മാർക്സ് ആണ് 30-ല്. പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? പിന്നെ എന്തായാലും നമുക്ക് 26 കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ അല്ലേ? അതിലും കൂടുതൽ പ്രതീക്ഷിച്ചാണ് വന്നത്. എന്തായാലും നല്ലൊരു ഗാനം തന്നെയായിരുന്നു. നന്നായിട്ട് മാർക്കുമായിട്ട് ഇപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. നമ്മൾ വീണ്ടും കാണും അല്ലേ? കാണണം. അപ്പം ശരി, താങ്ക് യു. കാണാം. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. സെന്റ് പീറ്റേഴ്സ് ചർച്ച് ക്വയർ ചാലിൽ തലശ്ശേരിയിൽ നിന്നും എത്തിയിരിക്കുന്ന ആ ഗായക സംഘത്തെ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. വരും. ഡിക്സൺ ചേട്ടാ, സുഖായിരിക്കുന്നോ? നിങ്ങൾ എല്ലാവരും ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, വൈറ്റ് ഒക്കെ ഇട്ട്. നിങ്ങൾ ക്രീം കളർ, അവർ വൈറ്റ്. എന്താ ഇന്നിപ്പോ പാടാൻ പോകുന്ന പാട്ടും ഈ ഒരു ഡ്രസ് കോഡും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അത് നമ്മൾ യേശുവിന്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു പാട്ടാണ്. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് പാടാൻ പറ്റിയ ഒരു പാട്ടാണ്. നമ്മുടെ പള്ളികളിലൊക്കെ പാടുന്ന പാട്ടാണത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വൈറ്റ് കളർ തന്നെ ചൂസ് ചെയ്തത്. ചേഞ്ച് ആയിക്കോട്ടെ. നല്ല ഭംഗിയുണ്ട്. എന്തായാലും അതിനെക്കാട്ടിലും ഭംഗിയോട് കൂടി തന്നെ പാട്ട് പാടട്ടെ. പാട്ട് പാടുമ്പോ ഈ ഒരു ക്ഷീണവും ഭാവവും ഒന്നും ആവരുത്. ഡിക്സൺ ഞാൻ എപ്പോഴും ഭയങ്കര നല്ല രീതിയിൽ പാടുന്ന ഒരു ഗായകനാണ്. ആ ഉഷാറോട് കൂടി തന്നെ പാടണം കേട്ടോ. തീർച്ചയായിട്ടും. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ? പഠിച്ചിട്ടുണ്ട്. കുറെ സമയം കിട്ടി, പ്രാക്ടീസ് ചെയ്തു, ശരിക്കും വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി കേൾക്കാം ആ ഒരു മധുര ഗാനം. ആ സ്തുതിഗീതം ഞങ്ങൾ ഇനി ഒന്ന് ആസ്വദിക്കട്ടെ. അപ്പൊ നന്നായിട്ട് പാടുക എല്ലാവരും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യേശുവേ നിൻ സ്നേഹമാ മാറിലടയാം ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. യേശുവേ നിൻ സ്നേഹമാ മാറിലടയാം ഞാൻ,
സ്നേഹമായി മാറിലണയാം ഞാൻ. ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. ഹൃദയം ബലഹീനമാകുമ്പോൾ എൻ ഹൃദയം ബലഹീനമാകുമ്പോൾ നീ വരേണേ ശക്തിയാൽ ശക്തിയേകും ഭോജ്യമായി തിടരാതെയും നാഥനേ ദൈവമേ യേശുവേ നിൻ സ്നേഹമായി മാറിലണയാം ഞാൻ. ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. യേശുവേ നിൻ സ്നേഹമായി മാറിലണയാം ഞാൻ. ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. നല്ലൊരു പാട്ട്, നന്നായിട്ട് പാടിയെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ തന്നെ തോന്നുന്നുണ്ടോ ഡിസിൻ ചേട്ടനും? പാടിയിട്ടുണ്ട്. ശരിക്കും പഠിച്ച പോലെയൊക്കെ തന്നെ പാടാൻ പറ്റിയിട്ടുണ്ട് പാടിയിട്ടുണ്ട്. അല്ലേ? ചോദിക്കട്ടെ അച്ഛാ. നിങ്ങൾ ഈ പാട്ട് പാടിയപ്പോൾ നിങ്ങളുടെ പുറകിൽ കർത്താവിൻ്റെ ഒരു ചിത്രം വരുന്നുണ്ടായിരുന്നു. കർത്താവ് ഒരു വ്യക്തിയെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ചിത്രം പാടുമ്പോഴൊക്കെ ആ ചിത്രം വരുന്നുണ്ടായിരുന്നു. നല്ലൊരു ഒരു 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 മെസ്സേജാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കേൾക്കുന്നവർക്ക് നല്ലൊരു അർത്ഥമുള്ള ഒരു പിക്ചറായിരുന്നു. അപ്പം ഞാനും അത് ചിന്തിക്കുകയായിരുന്നു, കർത്താവേ നിൻ്റെ മാറിൽ ഞാൻ അണയാം. അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് സാധിച്ചത് തന്നെ നിങ്ങളുടെ ആ പാട്ടിൻ്റെ ഒരു ശക്തിയല്ലേ. അതുകൊണ്ട് അങ്ങനെ ഞാൻ ചിന്തിച്ചു കേട്ടോ. പിന്നെ നല്ലൊരു പാട്ട്, നല്ല പാട്ട് നല്ലവണ്ണം നിങ്ങൾ പാടി, നല്ലവണ്ണം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഭംഗിയെല്ലാം കൊടുത്ത്, മോഡുലേഷൻസും ആർട്ടിക്കുലേഷൻസും കൊടുത്ത് നിങ്ങൾ പഠിച്ച ആ ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത് പോലെ നന്നായി, വളരെ നന്നായി ചെയ്തു. ഈ പാട്ട് കേട്ടപ്പോൾ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ലഭിച്ച ഒരു തിരുവചന ഭാഗം 1 കൊറിന്തോസ് 14-ാം അധ്യായം 15-ാമത്തെ വചനം. നമ്മളെല്ലാവരും കാണാൻ പഠിക്കേണ്ട ഒരു വചനമാണ്. അതിങ്ങനെയാണ്: ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പാടുകയും ചെയ്യും. നമ്മുടെ ദേവാലയ സംഗീതത്തിൻ്റെ ഒരു കോറാണ്, സെൻറ്റർ. അത് എൻ്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുമ്പോഴാണ് അത് വലിയ ശക്തിയായിട്ട് നമ്മുടെ പാട്ടുകൾ മാറുന്നത്. അല്ലെങ്കിൽ കുറേ ബഹളമുണ്ടായി ഏതെങ്കിലുമൊക്കെ പാട്ട് പാടി യാതൊരു ഭംഗിയുണ്ടാവില്ല, ലിറ്റർജിക്കൽ ആ സർവീസസ് ആയിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. അവിടെ നിങ്ങൾ പാടിയപ്പോൾ ഈ വചനം ഞാൻ ഓർത്തു. നമുക്കെല്ലാവർക്കും അത് ഒന്ന് പറയാമോ? എൻ്റെ കൂടെ ഒന്ന് പറയാമോ? അത് നമുക്കൊരു അഡോറേഷൻ പോലെ എടുക്കാം. ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പാടുകയും ചെയ്യും. അല്ല അതിലല്ലേ എല്ലാ പാട്ടും. ഓക്കെ, പ്രൈസ്. നല്ലോണം പാടി. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. താങ്ക് യു അച്ഛാ. പറയാനില്ല. മിഥില, ടിക്സൺ ചേട്ടാ, അച്ഛൻ പറഞ്ഞ പോലെ നിങ്ങൾ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും അല്ലേ അച്ഛാ തന്നെയാണ് പാടിയത്. നന്നായിട്ട് പാടി. നിങ്ങളെ പ്രാക്ടീസ് അത്രയും ശരിക്കും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലേ, ഇങ്ങനെ നിങ്ങൾക്ക് പാടാൻ പറ്റൂല. നന്നായിട്ട് പാടി. താങ്ക് യു.
ജെറുമാഷേ? ഇവർ രണ്ടുപേര് പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു. ഫോർ എ ബെറ്റർ പേർപ്പസ്. ഇവർ നന്നായിട്ട് പാടി എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് എടുത്ത് പാടി എന്നാണ് പറയുന്നത്, വിച്ച് ഇസ് കറക്റ്റ്. ബട്ട് നിങ്ങൾ എടുത്ത എഫേർട്ട്സ് റോങ് നോട്ട്സൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യും? സോ ആസ് വി ആർ സെയിങ്, വി cannot afford to have a grammatical error in any kind of song, particularly in our Christian devotional song. പിരിയാതെ എന്നാഥനെ എന്നുള്ള പ്രയോഗം തെറ്റാണ്. പിരിയാതെ എന്നാഥ എന്നായിരിക്കണം. പക്ഷെ ഇത് വൃത്തത്തിലിരിക്കുന്നത് വേറൊരു പ്രശ്നം. അപ്പോൾ 2 സ്ഥലത്ത് അത് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഓർക്കസ്ട്ര കേട്ടിട്ട് വോയിസ് അറേഞ്ച് ചെയ്തു എന്നല്ലേ? ഹൂ ഡിഡ് ഇറ്റ്? ആരാണ് ആ വോക്കൽ അറേഞ്ച്മെൻറ്റ് ചെയ്തത്? ഹൗ ഡിഡ് യു ഡു ദാറ്റ്? കേട്ടിട്ടോ? കേട്ടിട്ടാണ്. എന്നിട്ട് ഓരോ കോഡും എടുത്ത് നോക്കി നോട്ട് ചെയ്തിട്ടാണോ? നോട്ട്സ് എഴുതിയിട്ടാണ്. സോ ദർ ആർ സം മിസ്റ്റേക്സ്. അത് യുവർ മിസ്റ്റേക്കാണോ രാജേന്ദ്രൻ്റെ മിസ്റ്റേക്കാണോ എന്ന് എനിക്ക് കണ്ടുപിടിക്കാം. രാജേന്ദ്രനാണ് അതിൻ്റെ ഓർക്കസ്ട്രേറ്റർ എങ്കിൽ അതവർ വായിക്കുന്നത് നമ്മൾ പാടുന്നതിൻ്റെ കൂടെ തന്നെ അത് പ്ലേ ചെയ്യുന്നുണ്ട്. യു ഹാവ് ദ കോഡ്സ് വിത്ത് യു പ്രിൻസ്? എനിക്കൊന്ന് കാണിക്കണേ. സോ ദർ ആർ സം എറേഴ്സ് ഇൻ ദാറ്റ്. സോ യു നീഡ് ടു ബി, ബിക്കോസ് ദിസ് തിങ് കോൾഡ് ഹാർമണി എന്ന് പറയുന്നത് നമുക്ക് 1-2 ദിവസം കൊണ്ട് ചെയ്യാവുന്ന സാധനമല്ല. യു ഹാവ് ടു ഗോ ഡീപ്പ് ഇൻ ടു ഇറ്റ് ഓൺലി, ദെൻ യു ക്യാൻ ഡു ഇറ്റ് ആക്യുറേറ്റ്ലി, യു നോ. സോ please be aware of that. So with these cautions, I take my words back. You have, people have sung it very well. But unfortunately, the lyrics is not okay. താങ്ക് യു മാഷേ. ഇനി നമുക്ക് പോകുമ്പം തലശ്ശേരിക്ക് കൊണ്ടുപോകാൻ കുറച്ച് മാർക്കൊക്കെ വേണ്ടേ? അച്ഛൻ എത്ര മാർക്കാണ് ഇന്നത്തെ ഇവരുടെ പെർഫോമൻസിന് കൊടുക്കുന്നത്? ആരാ ഡിമാൻഡ് ചെയ്യേണ്ട പാട്ട് മാർക്കിനകത്ത്? റാണി എന്ന് പറഞ്ഞ കൊള്ളാം. റാണി പറയുന്നത് 9.5. കണ്ടോ? 9.5 മാർക്സ്. അതെ അതെ, 10 ചോദിച്ചൂടെ? എനിക്ക് മനസ്സിലാവണില്ല ഇവരെന്താ ചോദിക്കാത്തതെന്ന്. മാഷെ റാണിയും കൂടി നേരത്തെ എല്ലാം പറഞ്ഞു. അതാണ് ഈ ആത്മാവും മനസ്സെന്നൊക്കെ പറയില്ല, എല്ലാ ആത്മാവും മനസ്സില്ല. ഓക്കെ മാഷെ 8 മാർക്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. മിഥിലെ 9.5 മാർക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ പെർഫോമൻസിന് 27 മാർക്സ് ആണ് ലഭിച്ചിരിക്കുന്നത് 30-ല്. ഓക്കെ, സന്തോഷമായല്ലോ? ഓക്കെ, അപ്പം തലശ്ശേരിക്കാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ചാലിൽ ഇടവകയിലൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയണം. നിങ്ങൾ പോയിട്ട് തീർച്ചയായിട്ടും തിരിച്ചു വരണം. ഓക്കെ, സംശയമൊന്നും വേണ്ട, എന്തായാലും നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് ഉണ്ടാവും. ഓക്കെ, ശരി, ഓക്കെ ദെൻ ബൈ. താങ്ക് യു. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. സെന്റ് മേരീസ് ചർച്ച് സ്ക്വയർ കുട്ടമ്പുഴയിൽ നിന്നും എത്തിയിരിക്കുന്ന ഈ ഗായക സംഘത്തെ ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസിനായിട്ട് നമുക്ക് വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യാം. വരൂ. ബിനിച്ചേട്ടാ, നിങ്ങളുടെ ഇടവകയിലുള്ളവരെ, നിങ്ങൾ ഇവിടെ വന്നിട്ട് തിരിച്ചു ചെന്ന് കഴിയുമ്പം ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയായിരുന്നു, അങ്ങനത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ അവർക്ക് കൂടുതൽ താല്പര്യമുണ്ടോ? അവർ ചോദിക്കാറുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ആ, എങ്ങനെയൊക്കെ ആയിരുന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ നിലവിലെ ഇവിടുത്തെ റെക്കോർഡിങ്ങിന്റെ കാര്യങ്ങൾ എല്ലാ ട്രിപ്പും ചെല്ലുമ്പോൾ ചോദിക്കും, എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടോ, മാർക്കിന്റെ കേസ് അങ്ങനെ, പിന്നെ പുതിയതായിട്ട് പഠിക്കാൻ പറ്റിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെയുള്ള അനുഭവങ്ങൾ അങ്ങനെ പറയാറുണ്ട്. പറയും. അപ്പൊ നിങ്ങളുടെ മാർക്കിനെ കുറിച്ച് മാത്രമാണ് അവർ ചോദിക്കുന്നത്, അതോ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ മത്സരിച്ച മറ്റുള്ളവരുടെയും ചോദിക്കാറുണ്ട്? മറ്റേ നമ്മുടെ കൂടെ ടീം മത്സരിച്ചിട്ടുണ്ട്, അതുപോലെ അവർക്കൊക്കെ അങ്ങനെയൊക്കെ മാർക്ക് കിട്ടി, അവരുടെ പാട്ട് എങ്ങനെയൊക്കെയുള്ളതായിരുന്നു. കംപ്ലീറ്റ് വിശേഷങ്ങൾ നിങ്ങൾ പറയണം അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണാറുണ്ടോ? നിങ്ങളുടെ പ്രോഗ്രാം എല്ലാ ടീമിനെയും കാണാറുണ്ട്. ആണല്ലേ? അപ്പൊ നിങ്ങളുടെ മാത്രമല്ല മറ്റുള്ളവരുടെ കുറവുകളും നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ കുറവുകൾ വരാതെയൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ സ്ഥിരമായിട്ട് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതും നിങ്ങളുടെ കൂടെ എപ്പോഴും ഇങ്ങനെ ഇൻ ആൻഡ് ഔട്ട്, അങ്ങനെ ഇടവകയില് ആരൊക്കെയായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള കുറച്ച് പേരുടെ പേര് പറയണമെങ്കിൽ? നമ്മളിപ്പോ ഈ കൂടെ നിൽക്കുന്ന എല്ലാവരും നമുക്ക് അതെ, അത് നിങ്ങളെല്ലാവരും പാടുന്നവരാണല്ലോ. പിന്നെ നമ്മുടെ കൈക്കാരന്മാര്, അച്ഛൻ, അതുപോലെ തന്നെ എല്ലാവരും സഹകരിക്കാറുണ്ട്. ആണല്ലേ? നല്ല സപ്പോർട്ടാണ്. പിന്നെ ഇടവാങ്ങൾ ഇപ്പൊ ഞങ്ങൾ രാവിലെ പോരാൻ നേരത്താണെങ്കിലും
നമുക്ക് വേണ്ടി എനിക്ക് കൊന്ത എത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട് അവിടെ. അപ്പൊ അങ്ങനെ നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. അപ്പൊ അത്രയും ഉള്ളപ്പോ നിങ്ങളിപ്പോ വേദിയിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ദേ ഞങ്ങൾ മത്സരിക്കാൻ കയറുകയാണ്, പ്രാർത്ഥിച്ചോളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇന്ന് പറഞ്ഞില്ല, അങ്ങനെ പറയാറുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയതിന് ശേഷം പറയാറുണ്ട്, ഞങ്ങൾ ഇന്ന ഇത്ര മാർക്ക് കിട്ടി മത്സരിച്ചിട്ടുണ്ടായിരുന്നു എന്നെ പാട്ട്. ഓക്കെ, ശരി. അപ്പൊ ഇന്ന് നല്ല കളർ കോമ്പിനേഷനൊക്കെ ചേർത്ത് നല്ല ഭംഗിയായിട്ടുള്ള വേഷമൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഗാനത്തിലേക്കും കൂടെ കിടക്കാം. ഏതാണ് ഇന്ന് പാടാൻ പോകുന്ന പാട്ട്? ചോയ്സ് തന്നെ പറഞ്ഞ ഇഷ്ടമുള്ള ഗാനങ്ങൾ ഏൽപ്പിക്കാമല്ലോ. അപ്പൊ ഞങ്ങൾ പിന്നെ കണ്ണീരൊഴിച്ചെന്റെ എന്നുള്ളൊരു പാട്ടാണ്. അത് നിങ്ങൾ സ്ഥിരം പാടുന്ന പാട്ടായതുകൊണ്ട് സെലക്ട് ചെയ്തതാണോ? അല്ല, സ്ഥിരം അങ്ങനെ പാടാറില്ല, എങ്കിലും പാട്ടായിട്ട് ഇപ്പൊ ഒരു താല്പര്യം തോന്നി, അപ്പൊ അങ്ങനെ ഒന്ന് നോക്കിയതാണ്. ഓക്കെ, അപ്പൊ ഒന്ന് പാടി നോക്കാം എന്ന് വിചാരിച്ചു. ശരി, അപ്പൊ നമുക്ക് ഇനി ആ ഗാനം ഏതാണ് എന്നൊന്ന് കേൾക്കാം. നന്നായിട്ട് പാടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. കണ്ണീരൊഴിച്ചെന്റെ ഹൃദയവിളക്കു തെളിക്കും, കണ്ണിമ ചിമ്മാതെ കാവലിരും നീടും. കർത്താവേ വന്നിടുവൻ ജീവിതത്തിൽ നീ, കാലങ്ങളേറെയായി കാത്തിരിപ്പൂ. കണ്ണീരൊഴിച്ചെന്റെ ഹൃദയവിളക്കു തെളിക്കും, കണ്ണിമ ചിമ്മാതെ കാവലിരും നീടും. എല്ലാം മറന്നു പുഞ്ചിരി തൂകിടാനും ഏറെ കൊതിയുണ്ടെന്നാകിലും കഴിയുന്നില്ല. നെഞ്ചിന്റെ നോവുകൾ ഇങ്ങനായി തീരവേ നെഞ്ചേറ്റിയോ മനിക്കാൻ വരുകില്ലേ. നെഞ്ചിന്റെ നോവുകൾ
സഹിച്ചു നീങ്ങിടുവാനീ ഭൂവിൽ എന്നും കൊതിയുണ്ടെന്നാകിലും കഴിയുന്നില്ല. ഉള്ളിന്റെ നോവുകൾ ഏറെയായി നാദാ എന്നാണെന്നാശ്വാസകനായി നീ വരിക. ഉള്ളിന്റെ നോവുകൾ ഏറെയായെന്നാഥാ എന്നാണെന്നാശ്വാസകനായി നീ വരിക. കണ്ണീരൊഴിച്ചെന്റെ ഹൃദയവിളക്ക് തെളിക്കും കണ്ണിമ ചിമ്മാനേ കാവലിലും നീടും കർത്താവേ വന്നിടുവൻ ജീവിതത്തിൽ നീ കാലങ്ങളേറെയായി കാത്തിരിപ്പൂ. കർത്താവേ വന്നിടുവൻ ജീവിതത്തിൽ നീ കാലങ്ങളേറെയായി കാത്തിരിപ്പൂ. കണ്ണീരൊഴിച്ചെന്റെ ഹൃദയവിളക്കു തെളിക്കും കണ്ണിമ ചിമ്മാനേ കാവലിലും നീടും. ബിനിച്ചേട്ടൻ്റെ അടുത്ത് പിന്നെ പാടിക്കഴിഞ്ഞാലും പാടുന്നതിന് മുമ്പാണേലും എപ്പോൾ നോക്കിയാലും ബിനിച്ചേട്ടൻ ഒരേപോലെ വളരെ കൂളാണ്. പാഠങ്ങളെല്ലാം ശരിക്കും പഠിച്ചു വന്നിട്ട് എക്സാം എഴുതാൻ ഒരു പേടിയില്ലാത്ത ചില കുട്ടികളെ കാണില്ലേ, അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് ബിനിച്ചേട്ടന്. പാടിക്കഴിഞ്ഞാലും ഞാൻ പഠിച്ചതെല്ലാം നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ, ആ ഒരു ഇതിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം ശരിയായോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. മിഥില, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഗാനം? ചേട്ടാ എങ്ങനെ പാടിയെന്ന് തോന്നി? നന്നായിട്ട് പാടിയോ? പ്രാക്ടീസ് ചെയ്ത പോലെയൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, വളരെ കൂളാണ്. ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞാൽ ശരിയാണ്. നിങ്ങൾ നന്നായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. ഇടയ്ക്കത്തെ ഹമ്മിങ് ഒക്കെ നല്ല നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. പിന്നെ ആ ഫീമെയിൽ റിപ്പീറ്റ് പാടിയില്ലേ, കർത്താവെ വന്നിടുകൻ ജീവിതത്തിൽ നീ, റിപ്പീറ്റ് പാടിയപ്പോൾ ആ നീയുടെ ഒരു സ്ലെയർ താഴേക്ക് വരുന്നുണ്ടല്ലോ, ആ നോട്ട് വരെ എത്തിയില്ല. അതൊന്ന് പാടി കേൾപ്പിച്ച്. കർത്താവേ കർത്താവേ വന്നിടുകിൻ ജീവിതത്തിൽ നീ കാലങ്ങളെ. ഇപ്പൊ വന്നു കേട്ടോ. മറ്റേത് കുറച്ച് പേര് അവിടെ നിന്നു, മകരിസനി അവിടം വരെ ഉണ്ട് ശരിക്കും, അത് വന്നില്ല. പക്ഷെ മെയിൽ പാടിയപ്പോൾ അത് വന്നു കറക്റ്റായിട്ട്. അപ്പോൾ അതേ ഞാൻ നോട്ട് ചെയ്തുള്ളൂ, പാടിയതില്ല. പിന്നെ എല്ലാം സഹിച്ചു നീങ്ങിടുവാനി ഭൂവിൽ, അത് ഭൂവിൽ ഫീമെയിൽ പാടിയപ്പം പൂന്നു കേട്ടു. ഭായ്ക്ക് ഇച്ചിരി കൂടെ സ്ട്രെസ്സ്, പക്ഷെ മെയിൽ പാടിയപ്പോൾ കറക്റ്റായി. നാലാമത്. പിന്നെ ഉള്ളിൻ്റെ നോവുകൾ അതൊന്ന് പാടി, അത് ഫീമെയിൽ പാടി തന്നെ, അത് അല്ലേ? ഫീമെയിലല്ലേ ആദ്യം പാടുന്നേ. ഉള്ളിൻ ആ പോർഷൻ ഒന്ന് പാടിക്കും, ചരണം. ഉള്ളിന്റെ നോവുകൾ ഏറെയായി നാദാ ആ നോവുകൾ അതാണെങ്കിൽ നോവുകൾ പൂവിൻ്റെ അവിടെ ഒരു മുകളിലേക്ക് ടച്ച് ചെയ്യുന്നുണ്ട് മുകളിലേക്ക്, അല്ലെങ്കിൽ നോവുകൾ രണ്ടും രണ്ടാണ്. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും, ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നോവുകൾ അത് തന്നെയല്ലേ നോട്ട്, അത് തന്നെയല്ലേ അല്ലേ? അതൊന്നും എല്ലാവരും കൂടെ ഒരുമിച്ച് പാടുന്നുണ്ടോ? അത് മാറിയല്ലേ പാടുന്നത്? ഓക്കെ, അപ്പോൾ ഒന്ന് രണ്ടുപേരും ഒന്ന് മാറി ഒന്ന് കറക്റ്റായിട്ടൊന്ന് ആ പോർഷൻ ഒന്ന് പാടി കേൾപ്പിച്ചു. ഉള്ളിന്റെ നോവുകൾ ഏറെയായി നാദാ എന്നാണെന്നാശ്വാസകനായി നീ വരിക. ഉള്ളിന്റെ നോവുകൾ ഏറെയായെന്നാഥാ എന്നാണെന്നാശ്വാസകനായി നീ വരിക. ഇപ്പോഴും പാടിയപ്പോഴും ഫീമെയിലിൻ്റെ അത്ര ശരിയായതായിട്ട് തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ല, ബെറ്ററായി വരുന്നുണ്ട്. മെയിലിന് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ആ നോവുകളാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത്, അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ എൻ്റെ സസ്റ്റെയിനും ശരിയായില്ല, എൻ്റെ ഏറ്റവും ലാസ്റ്റ് നീട്ടി നിർത്തിയില്ല, അത് അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം നന്നായി. താങ്ക് യു. അച്ഛാ, ദാവീദിൻ്റെ കിന്നരങ്ങളിലെ ഓരോ ടീമിനും
പുറത്തൊത്തിരി ആരാധകരുണ്ട്. അറിയാം, ഉണ്ട് ഉണ്ടല്ലേ? കാരണം ഞാനിങ്ങനെ പുറത്ത് പള്ളിയിലൊക്കെ പോകുമ്പോൾ ചിലർ എന്നോട് ദേഷ്യപ്പെടും, എന്താ മാർക്ക് കിട്ടില്ലല്ലോ അതായി എന്നൊക്കെ പറഞ്ഞു. കാരണം നിങ്ങൾക്ക് ഞങ്ങളിടുന്നേക്കാളും മുമ്പിൽ പാട്ട് തുടങ്ങുമ്പോഴത്തേനും പ്രേക്ഷകർ മാർക്ക് ഇടുന്നുണ്ട്. അതിന് വിരുദ്ധമായിട്ടൊക്കെ ഞങ്ങൾ ഇടുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. സാരമില്ല, കേൾക്കാൻ രസമാണ്. ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴേ, പള്ളികളൊക്കെ പോകുമ്പോൾ ഓടി വന്ന് എന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്, അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്, ആ ജെറി മാസ്റ്റർ എന്താ ഇങ്ങനെ പറഞ്ഞു, ഇല്ല കേട്ടിരിക്കുക രസമാണ്. നല്ല പാട്ടാട്ടോ, നല്ല പാട്ട്, നല്ല റിഥമിക് ഇല്ലേ? ഇല്ല പ്രിൻസേ ഇല്ലേ? നല്ല ഓർക്കും നിങ്ങൾ നന്നായിട്ട് നല്ല രസമായിട്ട് ബിജുവിൻ്റെ ഒക്കെ എന്നൊക്കെ താഴൊക്കെ വന്ന് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല റിഥമിക്. ജേക്കബ് കൊരട്ടിയുടെ അദ്ദേഹത്തിൻ്റെ നല്ല പാട്ടുകളെല്ലാം തന്നെ നല്ല ഓർക്കസ്ട്ര, നല്ല പാട്ട്. ഇതിനെ വരികളെക്കുറിച്ചൊക്കെ മാസ്റ്റർ കുറിച്ചുകൂടെ പറയും. കണ്ണീരൊഴിച്ചെൻ്റെ ഹൃദയവിളക്ക് തെളിക്കുക. നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ എന്താണെന്നൊക്കെ വിചാരിക്കുക, അതിന് അർത്ഥം എന്താണെന്നൊക്കെ പിടികിട്ടില്ല അല്ലേ? പക്ഷേ നിങ്ങൾ നന്നായി പാടി. ഞാൻ കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് മിഥില പറഞ്ഞു കഴിഞ്ഞു. മറ്റൊന്നും അങ്ങനെ എനിക്ക് പറയാനില്ല. ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ പാടി, നല്ല രസമായിരുന്നു, നിങ്ങൾ നല്ല ഭംഗി. താങ്ക് യു അച്ഛാ. മാഷേ, എനിക്കും അധികം പറയാനില്ല. ലിറിക്സ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇത് കണ്ണീർ വെച്ചാൽ തീർച്ചയായിട്ടും കത്തില്ല. ഏനോ കണ്ണീരിൽ നിന്ന് വരുന്ന എണ്ണ ഇട്ടാൽ വരെ സംഭവിക്കും. അപ്പം ഇങ്ങനെയുള്ള വിരോധാഭാസങ്ങൾ ഒരുപാട് ഈ പാട്ടിലുണ്ട്. സോ ഐ എം നോട്ട് ഗോയിങ് ടു കമൻറ്റ് ഓൺ ദം. യു ഗൈസ് ആർ ഗുഡ് സിംഗേഴ്സ്, ദാറ്റ്സ് ഓൾ ഐ ക്യാൻ സേ. ബി ഹാപ്പി. താങ്ക് യു മാഷേ. ഇനി നമുക്ക് മാർക്കിലേക്ക് കടക്കാം അല്ലേ? മിഥില, എത്ര മാർക്കാണ്? 8.5 മാർക്സ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. മാഷേ 8 മാർക്സ് ആണ് തന്നിരിക്കുന്നത്. അച്ഛൻ 9 മാർക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 25.5 മാർക്സ് ആണ് 30-ല്. സന്തോഷം? പോരാ, ഇത്ര കൊണ്ട് പോരായിരുന്നു. കുറച്ചും കൂടെ ആയിട്ട് വേണമായിരുന്നു ഇവിടുന്ന് അങ്ങ് പോവാൻ അല്ലേ? അതെവിടെ എന്ത് പറ്റിയെന്നൊക്കെ ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പം ശരി, അപ്പൊ നമുക്ക് നിങ്ങളെ വീണ്ടും ഞങ്ങൾ കാണണം എന്തായാലും. നമുക്ക് പോയിട്ട് നന്നായിട്ട് നല്ല പാട്ടുകൾ നോക്കി സെലക്ട് ചെയ്ത് ഇപ്പൊ തന്നെ പഠിക്കാൻ തുടങ്ങിക്കോളൂ. ഓക്കെ, ശരി, താങ്ക് യു, ബൈ. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. നേരത്തെ നമ്മുടെ ദാവീദിന്റെ കിന്നരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കെല്ലാം ഒരു എപ്പിസോഡിൽ നിന്നും 4 നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റുമായിരുന്നു അല്ലേ? ഇപ്പോ നിങ്ങൾക്ക് 3 ഗാനങ്ങൾ മാത്രമാണ് ആസ്വദിക്കാൻ പറ്റുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ മത്സരത്തിന്റെ ഓരോ റൗണ്ടുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ദിവസം ഇപ്പൊ 3 കണ്ടസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ 3 ടീമാണ് വേദിയിലേക്ക് എത്തുന്നത്. പക്ഷേ നല്ല നല്ല ഓരോ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലേ? അപ്പൊ ഇതേപോലത്തെ മെച്ചപ്പെട്ട ഇനിയും കുറെ ഗാനങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. അപ്പൊ അതുവരേക്കും ബൈ. അത് ലാസ്റ്റ് മിനിറ്റ് ആണോ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടെ, അതോ നേരത്തെ മുതലേ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുമോ? ഇല്ല, ഇവിടുന്ന് ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. Congratulations, sisters. You have done hard work, as we can see. But, you know, the basic mistake was right. I was very careful. ഇവിടുന്ന് ചെന്ന് കഴിയുമ്പോൾ എന്താണ് ഇടവകയിലൊക്കെ നിങ്ങളുടെ ഒരു എല്ലാവരും സ്വീകരിക്കുന്നൊക്കെ എങ്ങനെയാണ് നിങ്ങളെ? എല്ലാവരും നമ്മുടെ ഇച്ചിരി കൂടി കൂടുതൽ അറിയപ്പെടുന്ന ഒരു അവസ്ഥയിൽ വരുവാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു സന്തോഷം. സ്തുതിക്കുന്നു നിന്നെ, ഹല്ലേലൂയ. മണ്ണിൽ ആത്മനിറവായി മക്കളാം ഞങ്ങളും പാടും ചേട്ടാ, നന്നായിട്ട് പാടി. എല്ലാവരും നല്ല ലയിച്ച് പാടി. നല്ല കേട്ടിരിക്കാനൊരു സുഖം ഉണ്ടായിരുന്നു.
ഇതിനു മുമ്പ് ഒരു അച്ഛൻ ഇബിനച്ഛൻ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അച്ഛനോട് ഒരു അഭിപ്രായം ഇവർ ചോദിച്ചിരുന്നു പാട്ട്. അങ്ങനെ കുറച്ച് പാട്ടുകൾ അയച്ചു തന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു, അപ്പോൾ അത് സെലക്ട് ചെയ്തു. സൂര്യനായവനേ, സ്നേഹമായുണർന്നവനേ, ശാന്തിയായി ജീവനായി മഹിയിൽ പാവനദീപമായി. നീ തെളിഞ്ഞ വീതിയിൽ നീങ്ങിടുന്ന വേളയിൽ നീ വരണേ താങ്ങേണമേ. നല്ല പാട്ട് അല്ലേ? നല്ല പാട്ട്. നമുക്കറിയാം ആചാര്യന്മാർ നല്ല പ്രഗത്ഭരായവരുടെ സംഗീതവും രചനയൊക്കെ അല്ലേ, അതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ളൊരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ മുഴുവൻ എനിക്കങ്ങനെ വലിയ കുറവായിട്ട് ഒരു കറക്ഷൻ്റെ